പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് കോൺക്രീറ്റ് ചെയ്ത ഒരു റോഡാണ് കുന്നംപറമ്പ് മേപ്പാടം കനാലിൻ്റെ മുകളിലേക്ക് പോകുന്ന റോഡ്. നിരവധി വാഹനങ്ങൾ, സ്കൂൾ വാഹനങ്ങൾ എല്ലാം അതിൽ പോകുന്ന സമയത്ത് അവിടെ ഈ ജലജീവൻ പദ്ധതി പ്രകാരം താഴ്ത്തി ഒരു പൈപ്പ് ഇട്ടിരുന്നു. പക്ഷെ അത് വേണ്ട വിധത്തിൽ താഴ്ത്താതെ ഇട്ടതിൻ്റെ ഫലമായിട്ട് വെള്ളത്തിൻ്റെ പ്രഷർ വരുമ്പോൾ വാഹനങ്ങൾ പോകുന്ന സമയത്ത് അത് പൊട്ടുകയും സ്ലാബൊക്കെ പൊട്ടിത്തെറിച്ച് വലിയ അപകടകരമായൊരു അവസ്ഥയാണ് ഇന്ന് കാണുന്നത്. ഈ 2 ദിവസം മുമ്പ് അവിടെ വന്നൊരു ബൈക്ക് തലകുത്തി വീണ് താഴത്തേക്ക് പോയി. അതുപോലെ വിദ്യാർത്ഥികളുമായിട്ട് വരുന്ന വാഹനങ്ങൾ അവിടെ വരുമ്പോൾ വലിയ പ്രശ്നം ഉണ്ടാവുന്നുണ്ട്. ഇത് ആരോട് പറയണം, ആര് ശരിയാക്കണം എന്ന കാര്യത്തിലാണ് ഇപ്പോൾ തർക്കം നിൽക്കുന്നത്. ഇടയ്ക്ക് ജലജീവൻ്റെ പേരും പറഞ്ഞ വാട്ടർ അതോറിറ്റി ആരെങ്കിലും വരും, അവരെന്തെങ്കിലും ചെയ്യും. പക്ഷേ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം അതിൻ്റെ അപ്പുറത്ത് പൊട്ടും. ഇത് ശാശ്വതമായൊരു പരിഹാരമാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ആ ആവശ്യത്തിന് വേണ്ടി ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും രംഗത്തിറങ്ങാൻ തയ്യാറായിരിക്കുന്ന സമയമാണ്. ഇത് അധികൃതരുടെ ശ്രദ്ധയിൽ പെടുത്താൻ വേണ്ടിയാണ് ഞങ്ങളിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കാര്യമായ യാതൊരു വിധത്തിലുള്ള ഇടപെടലും അവിടെ കാണുന്നില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായൊരു കാര്യം കൂടിയാണ്. നാട്ടുകാരോടുള്ളൊരു വെല്ലുവിളി പോലെയാണ് ഇപ്പോൾ ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നത്. തകർന്ന് തരിപ്പണമായ റോഡിൽ അപകടങ്ങൾ നിത്യസംഭവമായി. വടക്കാഞ്ചേരിയിൽ നിന്നും മേപ്പാടം ഭാഗത്തേക്ക് പോകുന്ന കോൺക്രീറ്റ് ചെയ്ത റോഡാണ് സഞ്ചാരയോഗ്യമല്ലാതായിട്ടുള്ളത്. തെക്കുംകര പഞ്ചായത്തിലെ 12ാം വാർഡിലാണ് റോഡ് സ്ഥിതി ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം ലക്ഷക്കണക്കിന് രൂപ ചിലവിട്ട് റോഡ് ടാർ ചെയ്തിരുന്നു. റോഡിനടിയിലൂടെ പോകുന്ന ജലജീവൻ പദ്ധതിയുടെ പൈപ്പുകൾ പൊട്ടുന്നതാണ് കോൺക്രീറ്റ് റോഡുകൾ തകരാൻ കാരണം. വേണ്ടത്ര താഴ്ചയിൽ പൈപ്പുകൾ സ്ഥാപിക്കാത്തതിനാൽ വെള്ളം തുറന്നുവിടുമ്പോഴുണ്ടാകുന്ന പ്രഷറിൽ റോഡ് പൊളിയുകയാണ്. കനത്ത മഴ കൂടി പെയ്തു തുടങ്ങിയപ്പോൾ റോഡിൽ കൂടിയുള്ള യാത്ര ഏറെ ദുരിതമായി. കഴിഞ്ഞ ദിവസം കാറിൽ ഇതുവഴി വന്ന കുറ്റുമുക്ക് സ്വദേശി ഉദയകുമാർ ഇവിടെ വെച്ച് അപകടത്തിൽപ്പെട്ടു. നാട്ടുകാർ ഓടിക്കൂടിയതിനാൽ വൻ ദുരന്തം ഒഴിവായി. സ്കൂൾ വിദ്യാർത്ഥികളടക്കം 100 കണക്കിന് ആളുകളാണ് ദിനംപ്രതി യാത്ര ചെയ്യുന്നത്. റോഡിന്റെ ശോചനീയാവസ്ഥ എത്രയും വേഗം പരിഹരിക്കണമെന്ന് മുൻ പഞ്ചായത്ത് മെമ്പർ കെ രാമചന്ദ്രൻ ആവശ്യപ്പെട്ടു. റോഡിന്റെ ഇപ്പോഴത്തെ ദുരവസ്ഥ പരിഹരിക്കാത്ത പക്ഷം മുഖ്യമന്ത്രിക്കും വകുപ്പ് മന്ത്രിക്കും പരാതി നൽകുമെന്ന് നാട്ടുകാർ പറഞ്ഞു. എൻ്റെ വൈഫിൻ്റെ വീടാണ് മച്ചാട് എന്ന് പറഞ്ഞ സ്ഥലത്ത്. അപ്പോൾ അവിടെ കുറച്ച് സ്ഥലമുണ്ട്. അപ്പോൾ തറവാട്ടിൽ നിന്ന് അവിടെ നമ്മൾ നേരെ വണ്ടിയും കൊണ്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ച് വരുമ്പോൾ അതുപോലെ തന്നെ പോകുമ്പോഴും ബുദ്ധിമുട്ടുണ്ട്. കാറ് കൊണ്ട് പോകാൻ പറ്റില്ല. അതെ ഒരു ദിവസം ഞാൻ തിരിച്ച് വരുന്ന നേരത്ത് വേറെ ഒരു ചെറിയൊരു വണ്ടി വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് സൈഡ് ആക്കാൻ പോയപ്പോൾ എൻ്റെ വണ്ടി വേറെ ഒരു കാനലിലേക്ക് മറിഞ്ഞു പോയി. എന്നിട്ട് യൂണിയൻകാരെ ഇവരെയൊക്കെ വിളിച്ചിട്ടാണ് ആ കാറ് പൊന്തിച്ചിട്ടാണ് കാർ എടുത്തിട്ടാണ് നമ്മൾ പോയത്. അപ്പോൾ അതിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉടനെ ഉണ്ടാക്കണം. കാരണം ഇല്ലാത്തിനെങ്കിൽ എത്ര കുട്ടികൾ അധികം സ്കൂളിൽ കുട്ടികളും അതൊക്കെ പോകുന്നുണ്ട്, അവർക്കൊക്കെ അപകടങ്ങൾ സംഭവിക്കാം. അപ്പോൾ വേണ്ടപ്പെട്ട ഒരു തീരുമാനം അതിലേക്ക് വേണം. ആരോഗ്യ മേഖലയിൽ മികച്ച കരിയർ സ്വപ്നം കാണുന്നവർക്ക് സുവർണാവസരം. വടക്കാഞ്ചേരിയിലെ പ്രശസ്ത എല്ലുരോഗ വിദഗ്ധനായ ഡോക്ടർ പ്രേംകുമാർ വിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന മാക്സ് കെയർ ഹോസ്പിറ്റൽ പുതുതലമുറയ്ക്ക് മികച്ച ജോലി സാധ്യതകൾ ഒരുക്കുന്ന BSS അംഗീകൃത ഡിപ്ലോമ കോഴ്സുകളായ ഫസ്റ്റ് എയ്ഡ് ആൻഡ് പേഷ്യന്റ് കെയർ, മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ, എക്സ്റേ ടെക്നോളജി, ഫാർമസി അസിസ്റ്റന്റ് എന്നീ പാരാമെഡിക്കൽ കോഴ്സുകളുടെ 2026-28 ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഹോസ്പിറ്റലിൽ തന്നെ ജോലി ലഭിക്കാനുള്ള അവസരം. കോൺടാക്ട് 0488423231 9188401013. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.